ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ഫ്ലീഗെ ഡോക്യുമെന്റാക്സിയാണ്, അതായത് കെയർ ഡോക്യുമെന്റേഷൻ. ആദ്യത്തേത് നമുക്ക് വേണേൽ പറയാം, പациയന്റ് wurde beim Waschen unterstützt, Haut unauffällig, hat 200 ml Tee getrunken, Stimmung ruhig und freundlich. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഷ്യൻറ്റിനെ ബാത്ത് ചെയ്യാൻ വേണ്ടി സഹായിച്ചു, അതായത് സ്കിന്നൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പേഷ്യൻ്റ് 200 ml ടീ കുടിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് ശാന്തവും ഫ്രണ്ട്ലിയുമാണ്. Patient hat Schmerzen, Schmerzintensität 6 von 10, Bedarf Medikation gegen Schmerzen wird verabreicht. പേഷ്യൻറ്റിൻ്റെ ഷ്മേറ്റ്സൺ 6 ആണ് തന്നിരിക്കുന്നത്. അന്നേരം ഇപ്പോൾ പേഷ്യൻറ്റിനുള്ള മെഡിക്കമെൻ്റ് നോക്കിയിട്ട് നമ്മൾ മെഡിക്കമെൻ്റ് കൊടുത്തു എന്നാണ് ഇതിൻ്റെ മീനിങ്. Patient wollte einen Schlaftablette auf der AVD wurde informiert und die Gabe des Schlafmittel wurde angeordnet und verabreicht. അതായത് പേഷ്യൻറ്റിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലുള്ള ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ആ മെഡിക്കമെൻ്റ് ഏത് മെഡിക്കമെൻ്റാണ് കൊടുക്കേണ്ടതെന്നുള്ള ഓർഡർ തന്നിട്ടുണ്ട്. ആ മെഡിക്കമെൻ്റ് നമ്മൾ കൊടുത്തു. അതാണ് ഇതിൻ്റെ മീനിങ്. Auf Wunsch des Patienten ein Schlaftablette ausgegeben. അതായത് ചില പേഷ്യൻറ്റിന് ഓൾറെഡി സ്ലാഫ് ടാബ്ലറ്റ് എടുക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ മെഡിക്കേഷൻ ചാർട്ടിനകത്ത് നമുക്ക് സ്ലാഫ് ടാബ്ലറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡോക്ടറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആ മെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എല്ലാം ജർമ്മനും ഇംഗ്ലീഷും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.